വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കുടുംബം തകരുമോ? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു സംശയമാണ്. ഒരു ലേഖനത്തിന്റെ തലക്കെട്ടാണ് ഇങ്ങനെ വന്നിരുന്നത്. യഥാർത്ഥത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകരില്ലെങ്കിലും കുടുംബത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെന്ന് വിശദീകരിക്കാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്ത് നിർത്തുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. ഇതിനൊരു ഹോർമോൺ, ഒരു പ്രോ ഹോർമോൺ എന്ന രീതിക്കും ഇതിനെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ദേഷ്യം, ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനും ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, കയ്യിലിരിക്കുന്ന എടുത്തെറിയുക പോലുള്ള ലക്ഷണങ്ങളും തുടർന്ന് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളും കണ്ടുവന്ന് വരാം. ഇത്തരത്തിലുള്ള മൂഡ് ചേഞ്ചസ് പലപ്പോഴും ദമ്പതികൾ തമ്മിൽ അനാവശ്യമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകും. ഇവിടം കൊണ്ടും തീരുന്നില്ല. എപ്പോഴും ക്ഷീണം, തളർച്ച, ഉന്മേഷമില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര മടി. ഇതും പലപ്പോഴും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു എന്ന് വരാം. കൂടാതെ കോൺസെൻട്രേഷൻ കുറയുന്നതിനും പലപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനുള്ള ഉന്മേഷം കുറയുന്നതിനും കാരണം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിന്ന് നമ്മൾ മാറി നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും സൊസൈറ്റിയിൽ ഇറങ്ങാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് കുടുംബ ബന്ധങ്ങളെ ബാധിച്ചു എന്ന് വരാം. വൈറ്റമിൻ ഡി നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന വൈറ്റമിൻ ആണ് എങ്കിൽ പോലും നിങ്ങളുടെ രക്തത്തിൽ ഇത് കുറയുന്നത് പലരും അറിയാറില്ല. നമ്മുടെ കരളാണ് ഇത് ശരിക്കും സ്റ്റോർ ചെയ്ത് വച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ടിഷ്യൂവിനകത്ത് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രോബ്ലംസും രോഗപ്രതിരോധ ശേഷിയുടെ കുറവും മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് രക്തപരിശോധന നടത്തി കുറവെങ്കിൽ ഡോക്ടർ പറയുന്ന വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ എടുക്കുന്നത് നന്നായിരിക്കും.